GCDA 2.5 വർഷം മുൻപ് നൽകിയ വീട് ചോർന്നൊലിക്കുന്നുവെന്ന ആരോപണം. വിഷയം ഉന്നയിച്ച് മുണ്ടംവേലി നിവാസികൾക്ക് GCDAയ്ക്ക് മുന്നിൽ സമരത്തിലാണ്. പ്രതിഷേധക്കാർ വീടുകൾ പൂട്ടി താക്കോലുകൾ ഒരുമിച്ച് GCDAയ്ക്ക് മുന്നിൽ കൂട്ടിയിട്ടു. P&D അപ്പാർട്ട്മെന്റിലെ താമസക്കാരായ 86 കുടുംബങ്ങൾ അവർക്ക് 2024 അവസാനം വീട് ലഭിച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മഴ പെയ്തപ്പോൾ ചോർച്ച ഉണ്ടായിരുന്നു. എന്നാൽ അതുപോലും പരിഹരിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് മുന്നിൽ സമരവുമായി എത്തിയത്. അവർക്ക് ആവശ്യം ജീവിക്കാൻ ഉതകുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളതാണ്. അവരെല്ലാം വീട് പൂട്ടി താക്കോലുമായിട്ടാണ് ഇവിടെ സമരത്തിനെത്തിയത്. താമസിക്കാൻ പോണ ആൾക്കാരുടെ ചോർച്ചലുണ്ട്, കമ്പി പൊടിഞ്ഞ് മേത്തൊക്കെ വീഴണം. ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, എൻ്റെ ഭർത്താവ് ഹാർട്ടിൻ്റെ പേഷ്യൻ്റാണ്. നിങ്ങൾക്ക് സമാധാനത്തോടെ കിടക്കാൻ പറ്റില്ല, പേടിച്ചാണ് ഞങ്ങൾ കിടക്കണം. 423 പേരാണ് അവിടെ ജീവിക്കുന്ന ആൾക്കാർ. അവർക്ക് വേണ്ടി പണിതേക്കണ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് വെറും 28 ഫാമിലിക്കുള്ള ഒരു ടാങ്കാണ് അവിടെ പണിതേക്കുന്നത്. അത് തന്നെ ഫസ്റ്റത്തെ അനാസ്ഥയാണ് ഇവരുടെ. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്കും അവർ തമ്മിൽ തന്നെ മുഖത്തോട്ട് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കണേ. നമ്മൾ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ അവർ സംസാരിക്കണേ ഏകദേശം നമുക്കെല്ലാം മനസ്സിലാകും. അവരിൽ നിന്നാണ് ഞങ്ങളുടെ കയറി താമസിച്ച അന്ന് മുതൽ അവിടെ ഫുള്ളും ലീക്കായിരുന്നു. ലീക്ക് എന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റി ടാങ്കിലെ വെള്ളം തന്നെയാണ്. ഈ വെള്ളം തന്നെ ഞങ്ങൾ ചവിട്ടി അകത്ത് കയറുന്നത്. കുളിക്കുന്ന വെള്ളം, പാത്രം കഴുകുന്ന വെള്ളം എല്ലാം ഒരു ടാങ്കിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 15 വണ്ടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം. ഇത് ഇവർക്ക് ഈ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്ക് അറിയാൻ പാടില്ലേ. ഞങ്ങൾക്ക് വാസയോഗ്യമായിട്ട് എവിടെയെങ്കിലും ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കിടക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും. അതിനുള്ള മാർഗമാണ് ഞങ്ങൾക്ക് ചെയ്തത്. വാസയോഗ്യമായിട്ടുള്ള വീട് വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവരുടെ സമരം. എന്തായാലും സ്ഥലം MLA കൂടിയായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ഇവിടെ എത്തിയ ആളുകളോട് സംസാരിച്ചതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന ഉറപ്പിന്മേൽ ഇന്ന് സമരം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് പോകാൻ അവർ തയ്യാറായിരിക്കുകയാണ്. എത്രയധികം ഭീകരമായ അഴിമതിയാണ് അവിടെ ഉണ്ടായത്. മനസാക്ഷിയുള്ള ഒരാളെങ്കിലും ഇതിന് നേതൃത്വം കൊടുക്കുന്നതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു നിർമ്മാണ പ്രവർത്തനം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. ഒരു വീട്ടുകാർക്ക് വേണ്ടി സർക്കാർ ചെലവാക്കിയ തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്. ആ 25 ലക്ഷം രൂപ പാവപ്പെട്ടവർക്ക് കൊടുത്തെങ്കിൽ അവരെവിടെയെങ്കിലും പോയി ഒരു സ്ഥലം വാങ്ങി വീട് പണി തന്നെ. വിജിലൻസ് അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ വേണമെന്ന ആവശ്യമാണ് സ്ഥലം MLA മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം മുഹമ്മദ് ഷിയാസ് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഗ്രിഗറിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.